ന്യായം. മകരമാസമാണ്. നല്ല തണുപ്പ്. രാത്രിയിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ പോപ്പി എന്ന പട്ടിക്കുഞ്ഞിന് ഇനി ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതിയെന്നായി. സ്ഥിരമായി കിടക്കാറുള്ളത് വീട്ടിൻ്റെ പിന്നിലുള്ള ചായ്പിലാണ്. ആ ചായ്പിൽ ഒരു തടം മാന്തി എടുത്തു വച്ചിട്ടുണ്ട്. മണ്ണുകൊണ്ടുള്ള തറയാണ്. പല ദിവസം മാന്തിയാണ് അങ്ങനെ ഒരു തടം ഉണ്ടാക്കിയെടുത്തത്. ഒരു ചാക്ക് അതിൽ കടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ടു. കൊച്ചു പട്ടിക്കുഞ്ഞല്ലേ, ആ ചാക്ക് വലിച്ചുകൊണ്ട് പോകുന്നത് വലിയ പ്രയാസമായിരുന്നു. അന്ന് തൊട്ട് അതിലാണ് ഉറക്കം. തടത്തിൽ ചാക്ക് വിരിച്ച് അതിൽ സുഖമായി ഉറങ്ങും. തണുപ്പ് കൂടുതലാണെങ്കിൽ ചാക്കിനുള്ളിൽ കയറും. പിന്നെ നല്ല സുഖമാണ്. അന്നും അതുപോലെ നമ്മുടെ പോപ്പി ചായ്പിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ വേറെ ആരോ തൻ്റെ സ്ഥലം എടുത്തിരിക്കുന്നു. അയ്യോ, ആ പൂവൻ കോഴിയാണ്. എന്തൊരു വലിപ്പമാണ് അതിന്! കാണുമ്പോഴേ പേടിയാവും. ചുവന്ന അങ്കവാലും പിന്നെ വലിയ പൂവും, ആകപ്പാടെ ആരെയും പേടിപ്പിക്കുന്ന രൂപം. ശബ്ദം കേട്ടാൽ ഞെട്ടിപ്പോവും. രാവിലെ കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല. 5 മണിയാകുമ്പോൾ എല്ലാവരെയും വിളിച്ചുണർത്തും. അവനാണ് അവിടെ കിടപ്പ്. പറഞ്ഞാലും മാറുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഒന്ന് ചെന്ന് പറഞ്ഞു നോക്കാം. പോപ്പി പൂവൻ കോഴിയുടെ അടുത്തെത്തി. ഇത് ഞാൻ കിടക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ പൂവൻ കോഴി പറഞ്ഞു, അതിന് നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ. കണ്ടില്ലെങ്കിലും സ്ഥിരമായി ഞാൻ കിടക്കുന്ന സ്ഥലമല്ലേ. അവിടെ കയറി കിടന്നാൽ ഞാൻ എന്തു ചെയ്യും? അപ്പോൾ പൂവൻ കോഴി ദേഷ്യത്തിൽ പറഞ്ഞു, അതെൻ്റെ വിഷയമല്ല, എനിക്കത് അറിയേണ്ട കാര്യമില്ല. എനിക്കിവിടെ കിടക്കണം. നീ എവിടെയെങ്കിലും പോയി കിടക്ക്. ഞാൻ അവിടെ കിടന്നോട്ടെ, നിനക്ക് വേറെയും സ്ഥലം അന്വേഷിക്കാമല്ലോ. ഓ, എനിക്കതൊന്നും വയ്യ. നീ വേറെ സ്ഥലം കണ്ടുപിടിക്കുക. പോപ്പി ആകെ വിഷമിച്ചു. വേറെ എവിടെ കിടന്നാലും തണുപ്പ് കൊള്ളും. ചെറിയ പട്ടിക്കുഞ്ഞാണ്. ദേഹത്ത് പൂടയൊന്നും അങ്ങനെ വളർന്നിട്ടില്ല. ചാക്ക് കിട്ടിയില്ലെങ്കിൽ തണുത്ത് വിറച്ച് ചത്തുപോയത് തന്നെ. കുറേ നേരം അവിടെ വിഷമിച്ച് നിന്നിട്ട് പോപ്പി വീടിൻ്റെ വരാന്തയിലേക്ക് പോയി. അവിടെയാണ് പോപ്പിയുടെ കൂട്ടുകാരൻ പൂച്ച, മാക്കൻ എന്ന പൂച്ച. അവന് പോപ്പിയെ വലിയ ഇഷ്ടമാണ്. എന്ത് കിട്ടിയാലും കുറച്ചെങ്കിലും പോപ്പിക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അവൻ മാക്കനോട് ചെന്ന് കാര്യം പറഞ്ഞു. കാര്യം കേട്ട ഉടനെ മാക്കൻ കൂടെ ഇറങ്ങി വന്നു. ചായ്പിലെത്തി പൂവൻ കോഴിയോട് പറഞ്ഞു, നിനക്ക് വേറെ എവിടെയെങ്കിലും പോയി കിടന്നുകൂടെ? എന്തൊക്കെ പറഞ്ഞിട്ടും പൂവൻ കോഴി വഴങ്ങിയില്ല. അപ്പോൾ മാക്കൻ പറഞ്ഞു, നോക്കൂ, നീ വലുതല്ലേ, നിനക്ക് ദേഹത്ത് എന്തുമാത്രം തോലുകൾ. നീ എവിടെ കിടന്നാലും നിനക്ക് തണുക്കില്ല. ഈ പട്ടിക്കുഞ്ഞ് അങ്ങനെയാണോ? നോക്ക്, പാവം, ദേഹത്തൊരു പൂട പോലുമില്ല. തണുപ്പടിച്ചാൽ ഇവൻ ചത്തുപോകും. നിനക്ക് വേണ്ട പുതപ്പ് ദൈവം തന്നിട്ടുണ്ടല്ലോ. നീ വേറെ എവിടെയെങ്കിലും പോയി കിടക്കൂ, നിനക്ക് തണുപ്പൊന്നും അടിക്കില്ല. പാവം ഇവിടെ കിടന്നോട്ടെ. അവന് ആ ചാക്കില്ലാതെ ഉറങ്ങാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ പറയുന്നത്. പൂവൻ കോഴി കുറേ നേരം ചിന്തിച്ചു. ശരിയാണ്, താൻ കാരണം ചിലപ്പോൾ ഈ പട്ടികുഞ്ഞ് ചത്തുപോയാൽ അതൊരു കഷ്ടമാണ്. പൂവൻ കോഴി പതുക്കെ എഴുന്നേറ്റു. ആ തടത്തിൽ നിന്നും പുറത്തിറങ്ങി. എന്നിട്ട് ചാക്ക് കൊത്തി വലിക്കാൻ തുടങ്ങി. മാക്കനും കാര്യമറിയാതെ പോയി സഹായിച്ചു. ചാക്ക് കൊത്തി വലിച്ച് തടത്തിന് പുറത്തിട്ടിട്ട് പൂവൻ കോഴി പറഞ്ഞു, പോപ്പി, നിനക്ക് ചാക്കല്ലേ വേണ്ടത്? ദേ നിൻ്റെ ചാക്ക്. എനിക്ക് ഈ തടത്തിൽ കിടക്കണം. ഇവിടെ കിടക്കാൻ നല്ല സുഖമാണ്. നീ ആ ചാക്കിൽ കിടന്നോളൂ. നല്ല തണുപ്പായാൽ നീ എന്നും ചെയ്യാറുള്ളത് പോലെ അകത്തും കയറി കിടക്കാമല്ലോ.
നമുക്ക് രണ്ടുപേർക്കും സുഖമായി ഉറങ്ങാം. പോപ്പിക്ക് അത് കൊള്ളാമെന്ന് തോന്നി. എല്ലാവർക്കും ഉറങ്ങണമല്ലോ. ഈ പൂവൻ കോഴിക്ക് വേറെ സ്ഥലം കിട്ടിയില്ലെങ്കിൽ അതും ഒരു കഷ്ടമല്ലേ. മാക്കൻ പോപ്പിയോട് ചോദിച്ചു, പോപ്പി, നീ സമ്മതിച്ചോ? പോപ്പിക്ക് 2 വട്ടം സമ്മതമായിരുന്നു. അങ്ങനെ ആ പൂവൻ കോഴി ആ തടത്തിൽ ഉറങ്ങി. അതിനടുത്ത് ചാക്കിൽ പോപ്പിയും കിടന്ന് ഉറങ്ങി. മാക്കനും സന്തോഷമായി. ഇരുവരോടും യാത്ര പറഞ്ഞ് മാക്കൻ വരാന്തയിൽ ഉറങ്ങാൻ പോയി. നമ്മുടെ പോപ്പി എന്ന പട്ടിക്കുഞ്ഞും ആ പൂവൻ കോഴിയും ഉറക്കം വരുന്നത് വരെ ഓരോരോ കഥകൾ പറഞ്ഞ് അങ്ങനെ കിടന്നു.